വെള്ളത്തിലിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? പപ്പടം ഇതുവരെ നമ്മൾ പൊള്ളിച്ച് നോക്കിയിട്ടില്ലേ ഉള്ളൂ. പപ്പടം ഇതുവരെ വെള്ളത്തിൽ നോക്കിയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഹായ് ഗൈസ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം കൊണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നതും ഉണ്ടാക്കി നോക്കുന്നതും. അപ്പോൾ എനിക്ക് കാണിച്ചു തന്ന ആൾ അത് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടാണ് കാണിച്ചത്. ഞാൻ ഇന്ന് ചിക്കൻ കറി വെച്ചത് കൊണ്ട് ഒരു കഷ്ണം ചിക്കൻ പീസാക്കിയിട്ട് ഒരു പപ്പടവും ചേർത്തിട്ടൊരു സ്നാക്സാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് എന്താ പേരിടുക എന്ന് ചോദിച്ചാൽ പപ്പട ബോളിന്നോ അല്ല ചിക്കൻ പപ്പട ബോളിന്നോ എന്തെങ്കിലും ഒരു പേര് വിളിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടായ ശേഷം എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. ആ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റുക. ഉപ്പ് ചേർക്കാതെ വേണം വഴറ്റാൻ, കാരണം നമ്മൾ പപ്പടം വെച്ചിട്ടാണ്. അപ്പോൾ ഉപ്പ് ആദ്യമേ ഒരുപാട് അങ്ങ് ചേർക്കാം, പിന്നിടുന്ന ഇൻഗ്രീഡിയൻസിനൊന്നും അതുകൊണ്ട് ഉപ്പ് നന്നായി വഴണ്ടതിന് ശേഷം മാത്രം, തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം മാത്രം ഉപ്പിട്ടാൽ മതി. അപ്പോൾ നന്നായി വഴറ്റിയതിന് ശേഷം കാണിക്കാവേ. ഉള്ളി വഴണ്ടു. നമ്മുടെ ഉള്ളി നന്നായി വഴണ്ടു. നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ കുഞ്ഞാന്നങ്ങ് ഇളക്കി കൊടുക്കണം. അത് നമ്മൾ ഇത് ചെയ്ത് കാണിച്ച ആള് വെജിറ്റബിൾ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ ഞാൻ ഇന്നിവിടെ ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് നിന്നൊരു ചെറിയ പീസ് ചിക്കൻ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർക്കുന്നുണ്ട്. അതിനകത്ത് അത് മസാലയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അതിന് പ്രത്യേകിച്ച് ഒരു മസാലയുടെ ആവശ്യമില്ല. അതൊന്ന് ഇതുമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ആദ്യം ചേർത്തതാണ്. ഒരു സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കട്ടെ. ചിക്കനും ഉള്ളി എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവറായി. ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണിത്. അത് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം പേസ്റ്റ് ഒന്നും അല്ല, വെറുതെ ചതച്ചത്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതാ ഒരു സ്പൂൺ, ചെറിയ സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് തോനെ കുരുമുളക് പൊടി, ഇത് ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി നമ്മളിതിലേക്ക് ഇട്ട് ആ പച്ച മണം ഒന്ന് മാറ്റാം. നല്ലപോലെ വഴറ്റി ആ പച്ച മണം മാറിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കും. അതിനുശേഷം തക്കാളി അങ്ങ് നല്ല കുക്കാവണ്ട കേട്ടോ. തക്കാളി മീഡിയം കുക്കായാൽ മതി. ഇനി വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ചിക്കൻ കറി വെച്ചതായതുകൊണ്ട് അതിലെങ്ങാണോ ശകലം ഉപ്പുണ്ടെങ്കിലേ ഉള്ളൂ, ഇല്ലാതെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, കാരണം പപ്പടമാണല്ലോ ഇതിൻ്റെ മെയിൻ സാധനം. അതുകൊണ്ട് അത് ഞാനൊരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി ഒരു 2 മിനിറ്റ് നിന്ന് അടച്ച് വയ്ക്കട്ടെ. അപ്പോഴേക്കും ഈ സാധനം തയ്യാറാവും. നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഉപ്പൊക്കെ ഉണ്ട് നോക്കി ഞാൻ.
ഇനി അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ മല്ലിയില, അത് തന്നെ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്കിനും പപ്പടം റെഡിയാക്കാം. തണുപ്പെങ്കിൽ ഇത് ഫില്ലിംഗ് ആയി വെക്കാൻ പറ്റും. മൈദാപ്പൊടി കുറച്ച് വെള്ളം കലക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഒരുപാട് വെള്ളം ആവരുത്, ഒരു പശ മോഡൽ ഒട്ടിക്കണം. അതവിടെ ഇരിക്കട്ടെ. 10 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പപ്പടം എടുക്കണം ആ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ പപ്പടം വെള്ളത്തിലിട്ട് ഒന്ന് തിരിക്കുകയും മറിക്കുകയും മാത്രമേ ചെയ്യൂ. ഒരുപാട് നേരം വെള്ളത്തിലിടരുത്. ഒരുപാട് നേരം വെള്ളത്തിലിട്ടാൽ പപ്പടം അങ്ങ് കുഴഞ്ഞു പോവും, ഒട്ടിപ്പിടിക്കാനായി. അപ്പം നമ്മളിങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുത്തിടുക. അതിന് ശേഷം നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ, അതിങ്ങനെ ഇതിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മളെന്താ ചെയ്യണം, ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന മൈദ ഉണ്ടല്ലോ, എനിക്ക് സ്ഥലമില്ല ഈ ആമി, ഇങ്ങനെ ഒട്ടിക്കണം. ഇങ്ങനെ 4 വശം ഒട്ടിച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മടക്കി വെക്കാം. അങ്ങനെ ഞാനിനി ബാക്കിയുള്ള ഇത് ഇങ്ങനെ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറരുത് തിളപ്പിക്കുമ്പോൾ. പപ്പടം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ 4 വശവും ഇങ്ങനെ ഇത് മൈദാ മാവ് തേക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഒട്ടിപ്പിടിച്ച് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് എണ്ണ കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ്ങിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നമ്മൾ ഫില്ലിങ് ഇങ്ങനെ ചെയ്ത് വയ്ക്കുക. നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചു. ഇനി ഇത് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് കാണിച്ചു തരാം. എണ്ണ ചൂടാകുന്നു. അപ്പോൾ എണ്ണ നന്നായി ചൂടായി. അപ്പം ഞാൻ ഒരെണ്ണ ഇട്ട് കൊടുക്കുകയാണേ. ഇതിപ്പോൾ പപ്പടം എന്താ പറയുക, ഫില്ലിംഗ് ഒക്കെ നന്നായി വെന്തതാണ്. പിന്നെ പപ്പടം ഒന്ന് പൊള്ളിച്ചെടുക്കണം. ആ ഒരു സമയം മാത്രം മതി. ഞാനൊരു 2 എണ്ണ ഇടാനേ. അയ്യോ കൂട്ടിപ്പിടിക്കുക വെച്ചിരാ. അപ്പോൾ ഇതിനകത്ത് വേവാനൊന്നുമില്ല, എല്ലാം വെന്തതാണ്. പപ്പടം ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചായയുടെ കൂടെ വൈകുന്നേരമൊക്കെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇനി ഒരെണ്ണടുത്ത് മുറിച്ച് കാണിക്കാം. നല്ല അടിപൊളി ടേസ്റ്റിയായ, ഇതിനെന്താ പേര് പറയേണ്ടത് എനിക്കറിയില്ല. പപ്പട ബോളിന്നോ അല്ല, പപ്പടം അല്ല, ചിക്കൻ പപ്പട ബോളി ഇല്ലേ അമ്മി? അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം താങ്ക് യു. എങ്ങനെയുണ്ട് അമ്മി? കഴിച്ചിട്ട് പറയാമി. അടിപൊളി അടിപൊളി. ഫില്ലിംഗ് ഒന്ന് കാണിക്ക്. എന്തിന്റെ ടേസ്റ്റാണ് ഓർമ്മ വന്നത്? ചിക്കൻ വറുത്തത് ഓർമ്മ വന്നു. അതേപോലെ തന്നെ ഉണ്ട് കാണാനും. ടേസ്റ്റ് സിമിലറായിട്ടുണ്ട്.